ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളത്തെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു അടിപൊളി ഗോബി മഞ്ചൂരി നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ട് പോകാം. നമ്മളിവിടെ ഒരു 300 ഗ്രാം കോളിഫ്ലവർ ആണ് കേട്ടോ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കോളിഫ്ലവർ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയതായിട്ട് അരിയേണ്ട കാര്യമില്ല, നമുക്ക് ഈ ഒരു ചെറിയ ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും. നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വേണ്ടി വെക്കാം. കഴുകി വൃത്തിയായ കോളിഫ്ലവർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് നേരം വേവിച്ചാൽ മതിയാവും. നല്ലപോലെ ഇതേപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കാം. ഒരു കിഴുത്തുള്ള പാത്രത്തിൽ നിന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം കൂടെ വെക്കാം. നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ ആണിത്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണിത്. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ പറയാം. ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ഒനിയൻ ഒരു 4 തണ്ട് എടുത്തിട്ടുണ്ട്. ഇതും മല്ലിയിലയാണ്. ഇത് ആവശ്യമുള്ളവർ ഇത് ഇഷ്ടമുള്ളവർ ഇത് എടുക്കുക. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ എടുത്താൽ മതി. അതിൻ്റെ രുചിയിൽ ഇഷ്ടമില്ലാത്തവർ അത് ഇടണമെന്നില്ല. ഉള്ളിത്തണ്ടിൻ്റെ സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ടിൻ്റെ ഭാഗം നമുക്ക് ഈ ഒനിയൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. മുകളിലോട്ടുള്ള ഗ്രീൻ നിറത്തിലുള്ള ഭാഗം മാത്രം സെപ്പറേറ്റ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗോബി മഞ്ചൂരിക്ക് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാം. 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കണം. നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് നല്ല റെഡ് കളർ തരും. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നല്ല തിക്ക് പേസ്റ്റ് ആക്കണം, നല്ല വെള്ളം പോലെ ആക്കരുത്. അത്യാവശ്യം നല്ല തിക്ക് പേസ്റ്റ് ആക്കി നമുക്കിത് എടുക്കാം. നമ്മളിപ്പോൾ നല്ല മാവ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള മാവ് വേണം നമ്മൾ റെഡിയാക്കാൻ വേണ്ടി. കണ്ടാൽ വെള്ളം കൂട്ടല്, നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അളവെടുക്കുമ്പോൾ എങ്ങാനും വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ച് മൈദയും കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് ഇതേപോലെ നല്ല തിക്കാക്കി എടുക്കുക. നമുക്ക് ആദ്യം തന്നെ കോളിഫ്ലവർ വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടായി, നമുക്ക് ഇനി മാവിൻ്റെ അകത്ത് മുക്കിയിട്ട് നമുക്ക് കോളിഫ്ലവർ നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇടും. ഇതുപോലെ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതുപോലെ മുക്കി നമുക്ക് ഓരോന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ഗോബി മഞ്ചൂരി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിപ്സിയാണിത്, നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമുക്ക് അടുത്തതായിട്ട് നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേവി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് അടുത്തായിട്ട് ഗ്രേവി തയ്യാറാക്കുകയാണ് കേട്ടോ ഗോബി മഞ്ചൂരിയുടെ. നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നമ്മളിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിലിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും സ്പ്രിംഗ് ഒനിയൻ്റെ ആ തണ്ട് ഭാഗവും നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കണം. ഇനി തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നമ്മൾ ഉള്ളി ഏകദേശം ഇട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ക്യാപ്സിക്കം ഒന്ന് കണ്ടോണം വേവിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ പുറത്തെ തൊലി ഒന്ന് മങ്ങുന്ന രീതിയിൽ ആയാൽ മതി. നമ്മുടെ ഉള്ളിയും ഇതൊക്കെ അത്യാവശ്യം ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി അതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സോയാ സോസ് ആണ്. സോയാ സോസ് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ഇതിലോട്ട് ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ഇതിന് അത്യാവശ്യമാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കാം. നമുക്ക് തിക്കായിട്ടുള്ള ഗ്രേവി വേണം നമുക്ക് മഞ്ചൂരിന്. അതിനുവേണ്ടി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ഒരു ബബലിലോട്ട് എടുത്തിട്ട് നമുക്ക് വെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ ആയിട്ടുണ്ട്. നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടി എല്ലാം കൂടെ ജസ്റ്റ് ഒന്നും ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് ഇതാക്കി എടുക്കാം, മൂപ്പിക്കാൻ വേണ്ടി എടുക്കാം. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ ഇതാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഡയൽട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ്. നമുക്കതും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കുക. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലോട്ട്
ഇടുമ്പോഴത്തേനെ വെള്ളം അത് വലിച്ചെടുക്കും. നമുക്ക് കുറച്ച് വെള്ളം കൂടെ എടുത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് തിളപ്പിക്കാം. ഇത് അത്യാവശ്യം ഒന്ന് ലൂസായിട്ട് നമുക്കിനി ഗോബി മഞ്ചൂരി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഗോബി മഞ്ചൂരി ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കുക. ഈ മസാല ഇതിലോട്ടൊന്ന് ജസ്റ്റ് യോജിച്ചാൽ മതി. അവസാനം നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ നമുക്ക് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മതി. നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഗ്രേവിക്ക് ഉപ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അധികം നേരം വെക്കേണ്ട കാര്യമില്ല. ഇത് കുറച്ചും കൂടെ ഡ്രൈ ആവും ഇനി വാങ്ങി വെക്കുമ്പോൾ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, കുഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ഇതിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മടയിലോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർ ഈ മല്ലിയിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് തൂക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഗോബി മഞ്ചൂരി. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യലായിട്ട് കളറോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് ഹോട്ടലിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.